വെടിക്കെട്ടുകളും ഡ്രോൺ ഷോകളും ഒരുക്കി അമ്പരപ്പിച്ചാണ് UAE പുതുവർഷത്തെ വരവേറ്റത്. 62 മിനിറ്റ് തുടർച്ചയായി വെടിക്കെട്ടൊരുക്കി അബുദാബിയും 6 കിലോമീറ്റർ കരിമരുന്ന് പ്രയോഗം നടത്തി റാസൽ ഖൈമയും റെക്കോർഡുകൾ തകർത്തു. ബുർജ് ഖലീഫയിലെ വെടിക്കെട്ടും ഡ്രോൺ ഷോയുമായിരുന്നു ദുബായിയുടെ ശ്രദ്ധാകേന്ദ്രം. ആകാശപൂരത്തിന്റെ വിസ്മയ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചാണ് UAE 2026 വരവേൽക്കുന്നത്. അബുദാബിയിലെ സായിദ് ഫെസ്റ്റിവലിൽ നടന്ന പ്രകടനം ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചു. തുടർച്ചയായി 62 മിനിറ്റ് നീണ്ടുനിന്ന വെടിക്കെട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ കരിമരുന്ന് പ്രയോഗമായി മാറി. 5 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ലക്ഷ്യമിട്ട് നടന്ന ഷോയിൽ 6500ഓളം ഡ്രോണുകളാണ് ആകാശത്ത് വിസ്മയകരമായ രൂപങ്ങൾ തീർത്തത്. ദുബൈയിൽ ആഘോഷങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം പതിവ് പോലെ ബുർജ് ഖലീഫയായിരുന്നു. എന്നാൽ പതിവിനേക്കാൾ മാറ്റോടെ ബിയോണ്ട് ഡ്രീംസ് എന്ന പ്രമേയത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഷോയിൽ ആയിരക്കണക്കിന് പൈറോ ടെക്നിക് ഘടകങ്ങളും ഡ്രോണുകളും ലേസർ രശ്മികളും അണിനിരന്നു. ഷാറൂഖ് ഖാൻ റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സുമായി സഹകരിച്ച് അവതരിപ്പിച്ച ബോളിവുഡ് ശൈലിയിലുള്ള സംഗീതവും ഷോയുടെ മാറ്റുകൂട്ടി. ഇതിനു പുറമെ ദുബൈ ഫ്രെയിം, പാം ജുമേറ തുടങ്ങി 40ഓളം കേന്ദ്രങ്ങളിൽ ഒരേ സമയം ആകാശത്ത് വിസ്മയങ്ങൾ വിരിഞ്ഞു. ദുബൈ ഗ്ലോബൽ വില്ലേജിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ പുതുവർഷ സമയത്തിനനുസരിച്ച് 7 തവണ വെടിക്കെട്ട് നടന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല വശമായിരുന്നു. നല്ലത് രണ്ടും ഡിപ്പെൻസ്. ഫസ്റ്റ് ഹാഫ് ബോറായിരുന്നു, സെക്കൻഡ് ഹാഫ് നല്ലതായിരുന്നു. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ പേരൻസ് ഒരു 6 മണി കഴിഞ്ഞാൽ എവിടെയാ എങ്ങനെയാ, പക്ഷെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഇതെൻ്റെ സിസ്റ്ററാണ്. ലാസ്റ്റ് ഇയർ എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളെ 10:30 ആയപ്പം ഞങ്ങളെല്ലാവരെയും വെളിയിലോട്ട് ഇറക്കി വിട്ടു. എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിട്ട് ഇവിടെ വരാം, പക്ഷെ നാട്ടിൽ അത് നടക്കില്ല. ഇതാണ് ദുബായിയുടെ വ്യത്യാസം. നമുക്ക് ആ രാജ്യങ്ങളിൽ പോയി കാണുന്ന പോലെ തന്നെ അവരുടെ ഓരോ സംസ്കാരങ്ങളും അവരുടെ ഓരോ രീതികളും ഭക്ഷണങ്ങളും അവരുടെ വസ്ത്രവിധാരണങ്ങളും എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കി പോകാൻ വേണ്ടി കഴിയുന്ന ഒരു നല്ല നിമിഷങ്ങളാണ് ഈ ഗ്ലോബൽ വില്ലേജുള്ളത്. എല്ലാ കൺട്രീസിലെ ആൾക്കാർക്കും വന്നുകൂടാൻ പറ്റുന്നൊരു സ്പെഷ്യൽ സ്ഥലമാണ് ഗ്ലോബൽ വില്ലേജ്. അവർക്കായിട്ടുള്ള ഫുഡുണ്ട്, അവർക്ക് ഐറ്റംസ് ഉള്ള പവലിയൻസിൽ തന്നെ സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളുണ്ട് പർച്ചേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഗ്ലോബൽ വില്ലേജ്. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കുന്ന ശൈലി ഇത്തവണയും റാസൽ ഖൈമ ആവർത്തിച്ചു. അൽ മർജാൻ ഐലൻഡ് മുതൽ അൽ ഹംറ വരെ 6 കിലോമീറ്റർ നീളത്തിലാണ് വെടിക്കെട്ട് അരങ്ങേറിയത്. ഇതിനു പുറമെ 2300ഓളം പൈറോ ഡ്രോണുകൾ നടത്തിയ പ്രകടനം റാസൽ ഖൈമയുടെ രാത്രിയെ പകലാക്കി മാറ്റി. ഷാർജയിലെ അൽ മജാസ് വാട്ടർ ഫ്രണ്ട്, അജ്മാൻ കോർണിഷ എന്നിവിടങ്ങളിലും വിപുലമായ ആഘോഷങ്ങൾ നടന്നു. തിരക്ക് നിയന്ത്രിക്കാൻ ദുബായ് മെട്രോയും ബസ്സുമെല്ലാം 24 മണിക്കൂർ സർവീസ് നടത്തി. അങ്ങനെ 10,000-ലധികം ഉദ്യോഗസ്ഥരുടെ കാവലിൽ UAE മനോഹരമായി പുതുവർഷത്തിലേക്ക് കടന്നു. ദുബൈയിൽ നിന്ന് യാസർ അറഫാത്തിനൊപ്പം അക്ഷയ് പെരാവൾ, മീഡിയ 1.